എന്താ കാണിച്ചു പോയോ? എന്താ ഡാർലിംഗ്, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? പിന്നല്ലാതെ. അതിരിക്കട്ടെ, മായക്ക് വീടെല്ലാം ഇഷ്ടപ്പെട്ടു? ഫർണിച്ചേഴ്സ്, ഫ്രിഡ്ജ്, TV എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ബെഡ്റൂം എയർ കണ്ടീഷൻ ചെയ്യാൻ നാളെ ആൾ വരും. അതിന്റെ ആവശ്യമുണ്ടോ? ഡാർലിംഗ് അടുത്തുള്ളപ്പോൾ തന്നെ നല്ല തണുപ്പാ. ഓഹോ. വരും. കറണ്ട് പോയല്ലോ. അതെ, ലോഡ് ഷെഡിങ്ങാ. ആ സാറേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നളഞ്ഞ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സണ്ണിയോട് വരുമായിരുന്നു. വരവും പോക്കും കൊണ്ട് കാര്യമില്ലല്ലോ. മാസങ്ങളായി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. സണ്ണിക്ക് എന്താ വീട്ടിൽ വന്നൂടെ? നളിനിയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിലോ? സമ്മതമാണെങ്കിലോ? കമാ, ഞാൻ പണക്കാരനല്ല, പക്ഷേ MSc റാങ്ക് ഹോൾഡറാണ്. ബോംബെയിൽ എത്തിയാലുടനെ എനിക്ക് ജോലി കിട്ടും. 3000 സ്റ്റാർട്ടിംഗ്. ബോംബെയിൽ നിന്ന് എന്റെ ബ്രദർ അയച്ച ലെറ്റർ നളിനി കണ്ടില്ലേ? കണ്ടു. പക്ഷെ ആരും അറിയാതെ ഒളിച്ചോടാൻ എനിക്ക് പേടിയാവുന്നു സണ്ണി. പേടിച്ചു നിൽക്കുന്നവരാരും ഉയരങ്ങളിൽ എത്താറില്ല. സണ്ണി അങ്ങോട്ട് കയറാൻ പോവാ? പിന്നല്ലാതെ. അതിനു മുമ്പ് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം. അയ്യോ, സമയായി. എനിക്ക് ഹോസ്റ്റലിലെത്തേണ്ടതാ. ഞാൻ പോവാ. നളിനി നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. നോട്ട് വീക്ക്. എത്രയായിന്നറിയാമോ? പകുതി പോലും ആയില്ല. റിപ്പോർട്ടിന്റെ കാര്യമല്ല, ചായ എത്രയായിന്നാ ചോദിച്ചത്. എത്രയായി? 4 കപ്പായി. ഇനിയും വേണ്ടി വരും. അപ്പോ റിപ്പോർട്ട് കലക്കുമല്ലോ. കാണിച്ചു തരാം. പണവും സ്വാധീന ശക്തിയുള്ള ചിലർക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന നിലയാണുള്ളത്. അക്കൂട്ടരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ടുപോലും കഴിയുന്നില്ല. എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കും. ഇനി ചായ തരൂല. സത്യത്തിൽ ചായ അല്ല വേണ്ടത്. ആ പിന്നെ ഗീതേ, ലതയുടെ മേശപ്പുറത്ത് ഡിക്ഷണറി ഉണ്ട്, അത് എടുത്തു തരും. ഞാൻ എല്ലാ വിവരവും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. വേണം. എന്റെ ഇഷ്ടത്തിന് അച്ഛൻ ഒരിക്കലും തടസ്സം പറയില്ല. നമ്മുടെ വിവാഹം വേഗം നടത്തി തരും. വിപ്ലവകരമായ ഒരു വിവാഹമാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ സ്ഥലം വിട്ട് ബോംബെയിൽ എത്തുന്ന ത്രിൽ അറേഞ്ച്ഡ് മാരേജ് കിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല സണ്ണി. മതി. എത്ര സിഗരറ്റാ വയ്ക്കുന്നത്? എന്താ ഇതിന് വല്ലാത്തൊരു മണം? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വരൂ, നമുക്ക് പോകാം. ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ തണുക്കുന്നു. തണുപ്പ് മാറ്റാൻ പറ്റിയതാണിത്. നാം വലിച്ചു നോക്ക്. ഒന്ന് വെറുതെ എനിക്ക് തന്നെ. ഞാൻ മദാമയല്ല. മദാമ്മകൾ ഇത് വലിക്കുന്നത് കൊണ്ടാ അവരുടെ ചുണ്ട് റോസാപ്പ് പോലെ ഇരിക്കുന്നു. ഒന്ന് വേഗം വരുന്നേ. എത്ര മാസങ്ങളായി നമ്മൾ ഒരുമിച്ചിങ്ങനെ മുറിയിൽ കഴിഞ്ഞിട്ട്. അല്ല, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്നും ഇങ്ങനെ കാക്കിത്തൊപ്പിയും വെച്ച് നടന്നാ മതിയോ? ലത കോർത്തു തന്നതാണ്. നമ്മുടെ മുല്ല ഇത്തവണയും നിറയെ പൂത്തു. നല്ല മണം.
ഗീത ഹിയർ. കുറിപ്പെളുപ്പാ ജീപ്പ് ഇങ്ങോട്ട് അയച്ചേക്ക്. ഞാൻ റെഡി. സോറി വേണോട്ടാ. ഈ SI ഉദ്യോഗം പുരുഷന്മാർക്ക് മാത്രം മതിയായിരുന്നു. ആരാത്? പേരെന്താ? RK പ്രകാശ്. വൈഫിന്റെ പേര്? ഹേമലത. കൗണ്ടറിലെ രജിസ്റ്ററിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമേന്ദ്രൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ വിവാഹം എന്നാ നടന്നത്? മനസ്സുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സുകൊണ്ട് മതിയായിരുന്നല്ലോ. ഈ ഹോട്ടൽ മുറിയുടെ ആവശ്യം? നാളെ ഞങ്ങൾ വിവാഹിതരാകുകയാണ്. മിസ്റ്റർ പ്രകാശ്, ഈ കല്യാണത്തിന്റെ സാക്ഷികൾ ഞങ്ങളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി വെക്കരുത്. അമ്മാളോ, കുറുപ്പിനോട് സിക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ. ഓക്കെ, ഇതെടുത്ത് കുടിക്ക്. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. പെട്ടെന്നുണ്ടായതാണ് ഈ കാര്യം. ദുബായില് അച്ഛന്റെ കൂടെയാണ് ജോലി. ഒരു മാസത്തെ ലീവിനാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. സാറിനെ പോലെ സ്വന്തക്കാരും പരാതിയിലാണ്. എനിക്ക് പരാതിയില്ല. നിങ്ങളെന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, സാറിനെ വന്ന് കാണണമെന്ന്. അമ്മ ഇവിടെ പോയി? അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുക ഊട്ടിയില്. അപ്പൊ നിങ്ങളെന്താ പോവാതിരുന്നത്? അച്ഛന്റെ അമ്മയും കൂടെ നടന്ന് മധുവിധം ആവശ്യിക്കുന്നത് മര്യാദയാണ്. ഒന്നും മിണ്ടാതിരി. സുരേഷ് ആള് കൊള്ളാലോ. സാറിന്റെ മുമ്പിൽ സത്യം പറയാൻ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ശരിയാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. 1-2 വീടുകളിലൂടെ പോകാനുണ്ട്. അങ്ങനെ ആവട്ടെ. ഓക്കെ, വരട്ടെ. ഡ്രസ് മാറുന്നില്ലേ? ഒന്ന് പുറത്തു പോണം. എന്തിനാ? ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ആദായ. നാളെ വെളുപ്പിന് നമ്മൾ പോകേണ്ടതല്ലേ. ഇന്നേ വാങ്ങിച്ചു വെച്ചേക്കാം. ആ, മുല്ലപ്പൂ ഇട്ടാണ് വാങ്ങിച്ചോ? പൊട്ട് മതി കേട്ടോ. ഓക്കെ ഡാർലിംഗ്. ആ, വേഗം വരില്ലേ? ഉടനെ വരാം. എന്താ, ഒന്നും വാങ്ങിച്ചില്ലേ? അത് ഞാൻ പേഴ്സ് എടുക്കാൻ വരട്ടെ. ഇങ്ങനെ മറങ്ങിയൊരു മനുഷ്യൻ.